ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിത്രാണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രാണ പ്രഭാഷണത്തിൽ ഇന്ന് ഓഗസ്റ്റ് മാസം 17 ഞായറാഴ്ചയിലെ പഠന വിഷയമായ അനുദിനം ശുദ്ധീകരിക്കപ്പെടേണ്ട സഭ എന്നതാണ് നാം ചിന്തിക്കുന്നത്. ഓഗസ്റ്റ് മാസം 17 ഞായറാഴ്ച മാർത്തോമാ സഭ നവീകരണ ദിനമായി വേർതിരിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ 1-ാമത്തെ ഞായറാഴ്ചയാണ് മാർത്തോമാ സഭ നവീകരണ ദിനമായി വേർതിരിച്ചിരിക്കുന്നത്. CMS മിഷണറിമാരുടെ വരവോടുകൂടി മലങ്കരയിലെ സഭയിൽ പ്രത്യക്ഷമായ വ്യതിയാനങ്ങൾ കണ്ടു തുടങ്ങി. വിശുദ്ധ വേദപുസ്തക ഭാഗങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തതോടുകൂടി വിശ്വാസികൾ ദൈവവചനം വായിക്കുന്നതിനിടയായി. തുടർന്ന് സഭയിലുണ്ടായിരുന്ന പല അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദേവാലയങ്ങളിലും ഒരു നവീകരണ ആശയം വ്യാപിക്കുവാനായിട്ട് തുടങ്ങി. ഈ നവീകരണ വിഭാഗത്തിന് നേതൃത്വം നൽകിയത് പാലക്കുന്നത്ത് എബ്രഹാം മെൽപ്പാനും കോട്ടയം കൈതയിൽ ഗീവർഗീസ് മെൽപ്പാനുമാണ്. സുറിയാനി ഭാഷയിലുണ്ടായിരുന്ന ആരാധനാക്രമം മലയാളത്തിൽ തർജ്ജമ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നവീകരണ പിതാക്കന്മാർക്ക് ബോധ്യം വന്നു. ആരാധകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ നവീകരണ നേതാക്കളുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന തക്സായിലെ സെതറായും പ്രൊമിയോനും സുറിയാനി ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. 1836 ചിങ്ങമാസം 1-ാമത്തെ ഞായറാഴ്ച കൊല്ലാട് പള്ളിയിൽ കൈതയിൽ ഗീവർഗീസ് മെൽപ്പാന്റെ നേതൃത്വത്തിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത വിശുദ്ധ കുർബാന തക്സ ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെട്ടു. ആ ദേവാലയമാണ് ഇപ്പോൾ കൊല്ലാട് CSI ദേവാലയം. അന്ന് മുതൽ നവീകരണ ദിനമായി ചിങ്ങമാസത്തിലെ 1-ാം ഞായറാഴ്ച സഭ ക്രമീകരിച്ചു വരുന്നു. തുടർന്ന് കൊല്ലാട് ഒരു നവീകരണ ദേവാലയം സ്ഥാപിച്ചപ്പോൾ കൊല്ലാട് CSI ദേവാലയത്തിൽ നിന്നും മിഷൻ ദേവാലയത്തിൽ നിന്നും വിശ്വാസികളുടെ ഒരു വലിയ ഘോഷയാത്ര പുതിയ ദേവാലയത്തിലേക്ക് ക്രമീകരിച്ചിരുന്നതായി സഭാ ചരിത്രം വെളിപ്പെടുത്തുന്നു. തുടർന്ന് കൊല്ലാട് ഒരു പുതിയ ദേവാലയം 2004 സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ കൂദാശയോടനുബന്ധിച്ചും കൊല്ലാട് CSI ദേവാലയത്തിൽ നിന്ന് ഒരു വാഹന ഘോഷയാത്ര പുതിയ ദേവാലയത്തിലേക്ക് ക്രമീകരിച്ചിരുന്നു. കൊല്ലാട് പുതിയ ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചത് 2002 നവീകരണ ഞായറാഴ്ചയാണ്. അതിൻ്റെ വിശുദ്ധ കൂദാശ നിർവഹിക്കപ്പെട്ടത് 2004 നവീകരണ ഞായറാഴ്ചയും ശനിയാഴ്ചയുമായിട്ടാണ്. മാർത്തോമാ സഭയിലെ മിക്ക ദേവാലയങ്ങളിലും മലയാളത്തിൽ കുർബാന ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമാവുകയും അങ്ങനെ മലങ്കരയിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിൽ 2 വിഭാഗങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. സഭ എന്നും നവീകരിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലായി നടന്ന ഒരു പ്രക്രിയ അല്ല
നവീകരണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയനായി നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ കണ്ട അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മറ്റും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ദേവാലയം സ്ഥിതി ചെയ്യുന്നത് വലിയ ഒരു കോമ്പൗണ്ടാണ്. ഏക്കർ കണക്കിന് വിസ്താരമുള്ള ഒരു കോമ്പൗണ്ടാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന ലക്ഷക്കണക്കിന് ആരാധകരിൽ നിന്ന് പണം ഈടാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള കച്ചവടം അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായ കാര്യങ്ങളാണ്, അക്രമങ്ങളാണ് അവിടെ കൂടുതലും നടക്കുന്നത്. അതിനെ കർത്താവ് ചോദ്യം ചെയ്യുന്നു. 4 സുവിശേഷകന്മാർ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേകത, കർത്താവ് അവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മത നേതാക്കളും യേശുക്രിസ്തുവിനെ തടയുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൽ നിന്ന് കർത്താവ് ചെയ്തതല്ല ഈ ശുദ്ധീകരണം. അവിടെ നടമാടുന്ന അനീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് കർത്താവിന് ബോധ്യമാവുകയും സധൈര്യം യേശുക്രിസ്തു അതിനെ നേരിടുകയുമാണ് ചെയ്യുന്നത്. അവിടെ യാഗത്തിന് കൊണ്ടുവരുന്ന പ്രാവുകളുണ്ട്, മറ്റ് യാഗ മൃഗങ്ങളുണ്ട്. അവരുടെയൊക്കെയും കച്ചവടക്കാരെ യേശു ചോദ്യം ചെയ്യുന്നു. പ്രാവ് സാധാരണ ജനങ്ങൾ യാഗമായി അർപ്പിക്കുന്ന വസ്തുവാണ്. അതിനൊക്കെ വെളിയിൽ ലഭിക്കുന്ന തുകയേക്കാൾ 10 മടങ്ങ് ഇരട്ടി തുക വാങ്ങിച്ചാണ് ഈ ദേവാലയത്തിന് സമീപം വിൽക്കുന്നത്. എല്ലാ മൃഗങ്ങളെയും അങ്ങനെ തന്നെ. അങ്ങനെ സാമ്പത്തികമായ അസമത്വങ്ങളും അക്രമങ്ങളും നടക്കുന്ന ഒരിടമായി ദേവാലയം മാറിയപ്പോഴാണ് കർത്താവ് അതിനെ ചോദ്യം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. സർവശക്തനായ, സർവവ്യാപിയായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുണാമയനായ ദൈവത്തെ ആരാധിക്കേണ്ട, പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനും ആരാധനയ്ക്കും മാത്രം ഉപയോഗിക്കേണ്ട ഈ ദേവാലയവും അതിൻ്റെ പരിസരവും പലതരത്തിലുള്ള കച്ചവട കേന്ദ്രമാക്കി മാറ്റിയതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. കച്ചവട കേന്ദ്രങ്ങൾ മാത്രമല്ല, ആളുകൾക്ക് നടന്നു പോകാനായിട്ടൊരു വഴിയായും ആ ഏരിയ അവിടെ എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത താല്പര്യത്തോടുകൂടി വരുന്ന ആളുകളെയാണ് അവിടെ കാണുന്നത്. ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർ മാത്രമല്ല. അതാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുക. ഗുഹ എന്ന് പറയുന്നത് അക്രമവും അനീതിയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് ഒളിച്ചു പാർക്കുവാനുള്ള ഒരിടമാണ്. ദേവാലയത്തെ ആ രീതിയിൽ കണ്ട് ഒളിച്ചു പാർക്കുന്ന, നിയമവിരുദ്ധമായി ജീവിക്കുന്നവർ, അക്രമാസക്തരായി ജീവിക്കുന്നവരൊക്കെ ഒളിക്കാവുന്ന ഒരു ഇടമായി ദേവാലയത്തെ മാറ്റിയിരിക്കുന്നു എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. ഈ കാലത്തും ദേവാലയം ഇങ്ങനെയുള്ള ഒരു ഇടമായി മാറിയിട്ടുണ്ടോ? ദേവാലയവും സഭയും മറ്റും ഒളിച്ചു പാർക്കുന്ന, പലതും ഒളിച്ചു വെക്കുന്ന ഒരിടമായി, ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരിടമായി മാറിയിട്ടുണ്ടോ? ആരാധനയ്ക്ക് വേണ്ടി കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്ന, ആരാധനയ്ക്ക് വേണ്ടി മാറ്റിയിരിക്കുന്ന ദേവാലയങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഭ ദൈവ ഉദ്ദേശത്ത് നിന്ന് വിരുദ്ധമായി ജീവിക്കുന്നുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ട ദിവസമാണ് നവീകരണ ദിനം. ഇന്നും ദേവാലയങ്ങളിൽ മറ്റും ശവസംസ്കാരം സംബന്ധിച്ച് പോലും അക്രമവും ഏറ്റുമുട്ടലും നടക്കുന്ന അതിദാരുണമായ ഒരനുഭവത്തിലേക്ക് വന്നിട്ടില്ലേ? പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ പുതുക്കേണമേ, അനുദിനം നീ ഞങ്ങളെ പുതുക്കേണമേ. നിന്റെ സാക്ഷ്യത്തിനായി, നിന്റെ ആരാധനയ്ക്കായി, നിന്റെ സന്നിധിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നവരാക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും ദേവാലയത്തിൽ നിന്ന് ഓടിച്ചു കളയുന്നതിനല്ല, ആരാധനയ്ക്കായി വരുന്നവർക്ക് സമാധാനത്തോടെ മനഃശാന്തിയോടെ ദൈവത്തെ ആരാധിക്കാനുള്ള
അവസരമൊരുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നവീകരണ ദിനത്തിൽ പുതുക്കത്തിനായി, ദൈവാത്മാവിലൂടെയുള്ളൊരു പുതുക്കത്തിനായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മൂലം നമ്മെ സഹായിക്കട്ടെ.